വയനാട്ടിലെ ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മൊറട്ടോറിയം നൽകണമെന്ന് സർക്കാർ. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വാടക വീടുകൾ എത്രയും വേഗം കണ്ടെത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ തുടരാനാണ് തീരുമാനമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് ഇന്ന് മന്ത്രിസഭായോഗം ചേർന്നത്. വയനാട്ടിലെ മന്ത്രിസഭാ ഉപസമിതി നൽകിയ റിപ്പോർട്ടിൽ പ്രാഥമിക ചർച്ച നടന്നു. ദുരന്തബാധിതർക്ക് ഇനി ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളില്ലെന്നുറപ്പാക്കണം. താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവുകൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ സമ്മർദ്ദം ചെലുത്തരുതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഇത്തരം പണമിടപാട് നടത്തുന്ന സ്വകാര്യ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റുമായി സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരിത് തുടർന്നാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. സർക്കാർ തന്നെ ഇതിനെ നേരിടും, ഒരു തർക്കമില്ല. ദുരന്തബാധിത മേഖലയിൽ തെരച്ചിൽ തുടരാനാണ് മന്ത്രിസഭായോഗ തീരുമാനം. ഞങ്ങൾ സാധ്യമാകുന്ന എല്ലാ വഴികളും സ്വീകരിക്കും. അവസാന മൃത ശരീരം ലഭ്യമാകുന്നത് വരെ, അല്ലെങ്കിൽ അവസാനം ശരീരഭാഗം ലഭ്യമാകുന്നവരെ തെരച്ചിൽ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എല്ലാ സാധ്യതകളും ശ്രമത്തിനൊരു കുറവുണ്ടാകരുത്. മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. ദീപക് ധർമ്മടം, 24 വയനാട്.